ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു അറിവിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് ഒരു ചെറിയ നിർദ്ദേശം. ഞാൻ പോസ്റ്റ് ചെയ്യുന്ന അറിവുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടി മനസ്സിലാക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നവർ ഓരോ പോസ്റ്റിനും താഴെയുള്ള ഷെയർ എന്നതിൽ അമർത്തി ഷെയർ പോസ്റ്റ് നൗ എന്നത് സെലക്ട് ചെയ്യുക. ഷെയർ ചെയ്യാൻ മടിയുള്ളവർ പോസ്റ്റ് കണ്ടു എന്നത് ലൈക്ക് ബട്ടണെങ്കിലും അമർത്തി അറിയിക്കുക. നമുക്കിനി അറിവിലേക്ക് കടക്കാം. നമസ്കാരം പ്രിയ കൂട്ടുകാരെ. ഡിജിറ്റൽ പണമിടപാടുകൾ പ്രോത്സാഹിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കഴിഞ്ഞ ആഴ്ച ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ഭീം അഥവാ ഭാരത് ഇന്റർഫേസ് ഫോർ മണി എന്നായിരുന്നു ആ ആപ്ലിക്കേഷന്റെ പേര്. ആൻഡ്രോയിഡ് ഫോണുകൾക്ക് മാത്രമാണ് ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ ലഭ്യമാവുക. USSDയും UPIയും ചേർത്ത് ഇണക്കിയ ഒരു സാങ്കേതിക വിദ്യയാണ് ഈ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ആപ്ലിക്കേഷൻ കൂടിയാണിത്. നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കൊടുത്തിരിക്കുന്ന ഒരു മൊബൈൽ നമ്പർ, അതായത് നിങ്ങൾക്ക് SMS-കളും മറ്റും റിസീവ് ചെയ്യുന്ന ആ നമ്പർ, അതായത് നിങ്ങൾക്ക് ബാങ്കിൽ നിന്നും വരുന്ന ഓരോ ട്രാൻസാക്ഷന്റെയും വിവരങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ ലഭ്യമാകാറുണ്ടല്ലോ. ആ മൊബൈൽ നമ്പർ ഉപയോഗിക്കുന്ന ഒരു ആൻഡ്രോയിഡ് ഫോണിൽ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് വെരിഫൈഡ് ആക്കുന്നു. തുടർന്ന് നിങ്ങൾ ഏതെല്ലാം ബാങ്ക് അക്കൗണ്ടുകളിൽ ഈ നമ്പർ നൽകിയിട്ടുണ്ട് എന്നതനുസരിച്ച് അതിൽ നിന്നും നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. തുടർന്ന് നിങ്ങൾക്ക് മറ്റു ആപ്ലിക്കേഷന് പോലെ ഒരു വാലറ്റിലേക്കല്ല ക്യാഷ് ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും നേരിട്ടാണ് നിങ്ങൾ അയക്കുന്ന വ്യക്തിക്ക് ഇതിലൂടെ ക്യാഷ് സെൻഡ് ആവുക. നമ്മൾ സാധാരണയായിട്ട് നമുക്ക് ക്യാഷ് അയക്കാൻ നമ്മുടെ കൂട്ടുകാർക്ക് കൊടുക്കുന്നത് നമ്മുടെ ഒരു ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആയിരിക്കും. എന്നാൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അവർക്ക് കൈമാറേണ്ടതില്ല. നിങ്ങളുടെ മൊബൈൽ നമ്പർ @UPI എന്ന ഒരു അഡ്രസ്സോ അല്ലെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന നിങ്ങളുടെ സ്വന്തം ഇഷ്ടമുള്ള ഒരു പേര് @UPI എന്നതോ നിങ്ങളുടെ കൂട്ടുകാരന് കൊടുത്താൽ നിങ്ങളുടെ കൂട്ടുകാരന് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് പണം അയക്കാൻ സാധിക്കും. പണം നിങ്ങൾ റിസീവ് ചെയ്യുന്ന അതേ നിമിഷം തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ആവുന്നത്. സാധാരണയായിട്ട് അത് വാലറ്റിലേക്കാണ് നമുക്ക് ക്രെഡിറ്റ് ആവാറുള്ളത്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് മാക്സിമം ഒരു ദിവസം ട്രാൻസാക്ഷൻ നടത്താവുന്നത് 20,000 രൂപയാണ്. ഒറ്റ തവണയായിട്ട് ട്രാൻസാക്ഷൻ നടത്താവുന്ന ഏറ്റവും വലിയ തുക 10,000 രൂപയുമായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് കൂട്ടുകാർക്ക് ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാമെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ നമ്മളോട് ഒരു ഭാഷ തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെടും. നിലവിൽ ഹിന്ദിയും ഇംഗ്ലീഷും മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. നമുക്ക് ഇവിടെ ഇംഗ്ലീഷ് തന്നെ തിരഞ്ഞെടുക്കാം. അതായിരിക്കും കൂടുതൽ എളുപ്പം. അതിനായി ഇംഗ്ലീഷ് എന്നതിൽ അമർത്തുക. അപ്പോൾ അതിനു നേരെ ഒരു ടിക്ക് മാർക്ക് വന്നിട്ടുണ്ടാവും. തുടർന്ന് താഴെ നെക്സ്റ്റ് എന്ന ബട്ടൺ അമർത്തുക. തുടർന്ന് 2 പ്രാവശ്യം കൂടി വലതുവശത്തായി താഴെ വരുന്ന നെക്സ്റ്റ് എന്നതിൽ അമർത്തുക. തുടർന്ന് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നത് അമർത്തുക. തുടർന്ന് നമ്മളോട് 2 പെർമിഷനുകൾ ചോദിക്കും. അത് രണ്ടും അലോ എന്നത് അമർത്തി അനുവദിക്കുക. അടുത്തതായി നമ്മൾ ഉപയോഗിക്കുന്ന സിം സെലക്ട് ചെയ്യാൻ പറയും. നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഡ്യുവൽ സിം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ബാങ്കിൽ നൽകിയിട്ടുള്ള നമ്പറിലുള്ള സിം ആദ്യ പോർട്ടിൽ തന്നെ ഇട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ചില സമയത്ത് എറർ വന്നേക്കാം. സിം സെലക്ട് ചെയ്ത ശേഷം നെക്സ്റ്റ് എന്നത് അമർത്തുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ ഓട്ടോമാറ്റിക്കായി വെരിഫൈഡ് ആവുന്നത് കാണാം. ഒപ്പം 1.5 രൂപ നിങ്ങളുടെ മെയിൻ ബാലൻസിൽ നിന്നും കുറയുകയും ചെയ്യും. തുടർന്ന് ഒരു 4 അക്ക സെക്യൂരിറ്റി കോഡ് എൻ്റർ ചെയ്യാനുള്ള ഒരു ഭാഗം വരും. ഇത് ഈ ആപ്പിന്റെ പാസ്വേഡ് ആണ്. ആപ്പ് തുറക്കാൻ ഇത് ആവശ്യമായി വരും. ഒരു 4 അക്ക നമ്പർ എൻ്റർ ചെയ്യുക. 1234 1111 2222 തുടങ്ങിയുള്ള എളുപ്പമുള്ള അക്കങ്ങൾ എൻ്റർ ചെയ്യാതിരിക്കുക. തുടർന്ന് താഴെ വൃത്തത്തിൽ കാണുന്ന ടിക്ക് മാർക്ക് സെലക്ട് ചെയ്യുക. തുടർന്ന് വരുന്ന ഭാഗത്തും അതേ അക്കങ്ങൾ തന്നെ നൽകി ടിക്ക് മാർക്കിൽ ടച്ച് ചെയ്യുന്നതോടെ അക്കൗണ്ട് നിർമ്മാണം പൂർത്തിയാകുന്നു. അടുത്തായി നമുക്ക് കുറെ ബാങ്കുകളുടെ പേരുകൾ കാണാനാകും. അതിൽ നിന്നും നമ്മുടെ ബാങ്കിന്റെ പേര് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ബാങ്കിലെ അക്കൗണ്ടുമായി ബന്ധിക്കപ്പെട്ട ഫോൺ നമ്പർ ആണ് നിങ്ങൾ വെരിഫൈ ചെയ്തതെങ്കിൽ ബാങ്ക് നെയിം സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ആ ബാങ്കിൽ നിങ്ങൾക്കുള്ള അക്കൗണ്ടിന്റെ വിവരങ്ങൾ കാണാനാകും. അക്കൗണ്ട് വിവരങ്ങളിൽ സെലക്ട് ചെയ്യുമ്പോൾ ഒരു പച്ച കളർ ടിക്ക് മാർക്ക് വലതുവശത്തായി വരുന്നു. അങ്ങനെ നമ്മുടെ അക്കൗണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു. തുടർന്ന് ബാക്കിലേക്ക് വന്ന് ബാങ്ക് അക്കൗണ്ട് എന്നത് സെലക്ട് ചെയ്ത് നിങ്ങളുടെ UPI പിൻ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനായി റീസെറ്റ് UPI പിൻ എന്നത് സെലക്ട് ചെയ്യുക. തുടർന്ന് വരുന്ന ഭാഗത്ത് നിങ്ങളുടെ ATM കാർഡിന്റെ അവസാനത്തെ 6 അക്കവും അതിന്റെ വാലിഡിറ്റി അവസാനിക്കുന്ന തീയതിയും എൻ്റർ ചെയ്ത് ടിക്ക് മാർക്ക് സെലക്ട് ചെയ്താൽ ഒരു 1 ടൈം പാസ്വേഡ് അഥവാ OTP നിങ്ങളുടെ മൊബൈലിലേക്ക് SMS ആയി വരും. അതിൽ നിന്നും ആ കോഡ് ഓട്ടോമാറ്റിക്കായി ആപ്പ് ഡിറ്റക്ട് ചെയ്യും. അതിനുശേഷം സെറ്റ് UPI പിൻ എന്നതിന് താഴെ മറ്റൊരു 4 അക്ക നമ്പർ രഹസ്യ കോഡ് ആയി എൻ്റർ ചെയ്യുക. തുടർന്ന് താഴെയുള്ള ടിക്ക് മാർക്ക് സെലക്ട് ചെയ്ത ശേഷം കൺഫേം UPI പിൻ എന്ന ഭാഗത്ത് അതേ അക്കങ്ങൾ വീണ്ടും എൻ്റർ ചെയ്യുക. തുടർന്ന് ടിക്ക് മാർക്ക് സെലക്ട് ചെയ്യുക.
ഇപ്പോൾ നിങ്ങൾക്ക് UPI പിൻ ലഭിച്ചു കഴിഞ്ഞു. അടുത്തായി നമുക്ക് പ്രൊഫൈലിൽ ഒരു UPI അഡ്രസ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. UPI അഡ്രസ് സെറ്റ് ചെയ്താൽ നമ്മുടെ മൊബൈൽ നമ്പറിന് പകരം ക്യാഷ് അയക്കാൻ ആ അഡ്രസ് നൽകിയാൽ മതിയാകും. നിങ്ങൾ അത് സെറ്റ് ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ UPI അഡ്രസ് നിങ്ങളുടെ മൊബൈൽ നമ്പർ @UPI എന്നതായിരിക്കും. അതായത് നിങ്ങളുടെ മൊബൈൽ നമ്പർ 12345 എന്നാണെങ്കിൽ നിങ്ങളുടെ UPI അഡ്രസ് 12345 എന്നതായിരിക്കും. അഡ്രസ് സെറ്റ് ചെയ്യാൻ താഴെ പ്രൊഫൈൽ എന്നതെടുക്കുക. ഇപ്പോൾ ഡീഫോൾട്ട് ആയിട്ടുള്ള നിങ്ങളുടെ മൊബൈൽ നമ്പർ @UPI എന്ന അഡ്രസ്സും അതിന്റെ QR കോഡും അവിടെ കാണാം. ഏറ്റവും താഴെ ആഡ് പേയ്മെന്റ് അഡ്രസ് എന്നത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അഡ്രസ്, അതായത് ഇമെയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇമെയിൽ അഡ്രസ് നിർമ്മിക്കുന്നത് പോലെ തന്നെ എന്റർ ചെയ്ത് നൽകുകയോ അല്ലെങ്കിൽ സജഷൻസിൽ നിന്നും സെലക്ട് ചെയ്യുകയോ ചെയ്യാം. ഞാൻ RRM എന്നത് സെലക്ട് ചെയ്ത് കൺഫേം പേയ്മെന്റ് അഡ്രസ് എന്നത് സെലക്ട് ചെയ്യുകയാണ്. ഒരു തവണ മാത്രമേ പേയ്മെന്റ് അഡ്രസ് സെറ്റ് ചെയ്യാനാവൂ. ഇപ്പോൾ പേയ്മെന്റ് അഡ്രസ് ആഡ് ആയി എന്ന മെസ്സേജ് കാണാം. ഇനി മുതൽ എന്റെ പേയ്മെന്റ് അഡ്രസ് RRM@UPI എന്നായിരിക്കും. ക്യാഷ് അയക്കാൻ ഉള്ളവരോട് RRM@UPI എന്നതിലേക്ക് ക്യാഷ് അയക്കാൻ പറഞ്ഞാൽ അവർക്ക് ഭീം ആപ്പ് ഉപയോഗിച്ചോ UPI വഴിയോ ആ ഒരു അഡ്രസ്സിലേക്ക് ക്യാഷ് അയക്കാൻ സാധിക്കും. ഇനി നമുക്ക് ക്യാഷ് അയച്ചു നോക്കാം. അതിനായി ആപ്ലിക്കേഷന്റെ ഹോമിലെ സെൻഡ് എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക. തുടർന്ന് വരുന്ന ഭാഗത്ത് ക്യാഷ് ലഭിക്കേണ്ട വ്യക്തിയുടെ മൊബൈൽ നമ്പറോ UPI അഡ്രസ്സോ എന്റർ ചെയ്യുക. തുടർന്ന് എന്റർ ചെയ്ത ശേഷം വലതുവശത്ത് വരുന്ന വെരിഫൈ എന്നതിൽ അമർത്തുക. അപ്പോ ആ വ്യക്തിയുടെ പേര് കാണിക്കും. അത് ശരിയാണെങ്കിൽ തുടർന്നുള്ള ഭാഗത്ത് അയക്കേണ്ട തുകയും റിമാർക്സ് എന്നതിൽ എന്തിനയക്കുന്നു എന്നോ മറ്റോ സൂചിപ്പിക്കുന്ന വാക്കുകൾ എഴുതി പേ എന്ന ബട്ടൺ അമർത്തുക. ഇപ്പോൾ നിങ്ങൾ രണ്ടാമത് സെറ്റ് ചെയ്ത രഹസ്യ കോഡ്, അതായത് UPI പിൻ എന്റർ ചെയ്യാൻ പറയും. അത് എന്റർ ചെയ്യുക. തുടർന്ന് ടിക്ക് മാർക്ക് അമർത്തിയാൽ ക്യാഷ് ആ വ്യക്തിക്ക് സെൻഡ് ആയി അതിന്റെ മെസ്സേജ് കാണാൻ സാധിക്കും. സെൻഡ് ബട്ടൺ അമർത്തി നമ്മൾ മൊബൈൽ നമ്പറോ UPI അഡ്രസ്സോ എന്റർ ചെയ്ത് ക്യാഷ് അയക്കുന്നത് മനസ്സിലാക്കിയല്ലോ. ഇനി ഇതൊന്നുമില്ലാത്തവർക്കും ക്യാഷ് അയക്കാം. അതിന് സെൻഡ് ബട്ടൺ അമർത്തി വരുന്ന ഭാഗത്ത് മൊബൈൽ നമ്പർ എന്റർ ചെയ്യാതെ വലതുവശത്ത് മുകളിലായി കാണുന്ന 3 ഡോട്ടുകളിൽ അമർത്തി അക്കൗണ്ട് പ്ലസ് IFSC എന്നത് സെലക്ട് ചെയ്യുക. തുടർന്ന് വരുന്ന ഭാഗത്ത് ബെനിഫിഷ്യറി നെയിം എന്നതിൽ ക്യാഷ് ലഭിക്കേണ്ട വ്യക്തിയുടെ പേരും തുടർന്നുള്ള 2 കോളത്തിലും അക്കൗണ്ട് നമ്പറും 4ാമത്തെ കോളത്തിൽ ആ വ്യക്തിയുടെ അക്കൗണ്ട് ഉള്ള ബാങ്കിന്റെ IFSC കോഡും എന്റർ ചെയ്ത് സെൻഡ് എന്നത് അമർത്തുക. തുടർന്ന് വരുന്ന ഭാഗത്ത് മുൻപ് ചെയ്തതുപോലെ തുകയും ആവശ്യമെങ്കിൽ വിവരണവും നൽകി പേ ബട്ടൺ അമർത്തുക. തുടർന്ന് UPI പിൻ എന്റർ ചെയ്ത് ടിക്ക് മാർക്ക് സെലക്ട് ചെയ്താൽ ആ വ്യക്തിക്ക് ക്യാഷ് സെൻഡ് ആകും. ഹോം സ്ക്രീനിൽ ട്രാൻസാക്ഷൻസ് എന്നത് സെലക്ട് ചെയ്താൽ നമുക്ക് വന്നതും നമ്മൾ അയച്ചതുമായ ക്യാഷിന്റെ എല്ലാ വിവരങ്ങളും അവിടെ കാണാൻ സാധിക്കും. ഭീം ആപ്പ് ഉപയോഗിച്ച് നമ്മൾ സെൻഡ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതുമായ തുക അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ സ്ക്രീൻഷോട്ട് കാണുക. എന്റെ HDFC ബാങ്കിന്റെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഇടതുഭാഗത്തായി കാണുന്നത്. മറ്റ് ആപ്പുകൾ പോലെ തുക വാലറ്റിലേക്കല്ല ഇത് ആഡ് ചെയ്യുന്നത് എന്നത് ഒരു മെച്ചമാണ്. എല്ലാ ബാങ്കുകളും കൂടി ഒരൊറ്റ ആപ്പ് എന്നാണ് ഭീം ആപ്പിന്റെ സവിശേഷത. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഭീം ആപ്പ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നിങ്ങൾ 3 സെക്കൻഡ് സമയം കൂടി ചെലവഴിച്ച് ഇതൊന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു അറിവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹപൂർവ്വം, ഞാൻ രതീഷ് ശർമ്മേനോൻ. കമ്പ്യൂട്ടർ, മൊബൈൽ സംബന്ധമായ ഇത്തരം അറിവുകൾ എന്നും നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ലഭിക്കാൻ ഫേസ്ബുക്കിൽ രതീഷ് ശർമ്മേനോൻ ഒഫീഷ്യൽ എന്ന് സെർച്ച് ചെയ്ത് ലഭിക്കുന്ന എന്റെ പേജ് ലൈക്ക് ചെയ്യുക. പേജ് സെലക്ട് ചെയ്ത് ഫോളോയിങ് എന്ന ബട്ടൺ അമർത്തി സി ഫസ്റ്റ് എന്നത് സെലക്ട് ചെയ്യുക. തുടർന്ന് മുകളിൽ വലതുവശത്തെ 3 ഡോട്ടുകൾ കാണുന്നതിൽ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എന്നത് സെലക്ട് ചെയ്ത് ഓൾ പോസ്റ്റ് എന്നതും ഓൾ ലൈവ് പോസ്റ്റ് എന്നതും സെലക്ട് ചെയ്യുക. പേജിൽ ഹോം, പോസ്റ്റ്, വീഡിയോസ് എന്നിങ്ങനെ കാണുന്നതിൽ വീഡിയോസ് എന്നത് സെലക്ട് ചെയ്താൽ ഞാൻ ഇതുവരെ പോസ്റ്റ് ചെയ്ത എല്ലാ വീഡിയോയും കാണാനാകും. ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഓരോ വീഡിയോക്കൊപ്പമുണ്ട്.